ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈനിക നീക്കം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി 4 പാക് വ്യോമതാവളങ്ങളിലാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. ഇതോടെ അതിർത്തി മേഖലകളിൽ ഡോഗ് ഫൈറ്റ് അഥവാ ഇന്ത്യ പാക് പോർവിമാനങ്ങൾ പരസ്പരം ആക്രമണം നടത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ അടുത്തുനിന്നാണ് ഈ യുദ്ധവിമാനങ്ങൾ പോരാടുക. 1913 മെക്സിക്കൻ വിപ്ലവ കാലത്താണ് ആദ്യമായി ഡോഗ് ഫൈറ്റ് നടന്നത്. ഉഗ്രവും വേഗതയേറിയതുമായ പോരാട്ടത്തെ വിശേഷിപ്പിക്കുവാനാണ് ഡോഗ് ഫൈറ്റ് എന്ന പദം ഉപയോഗിക്കുന്നത്. അതേസമയം ഡ്രോൺ ആക്രമണങ്ങൾക്കായി യാത്രാവിമാനങ്ങളെ മറയാക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണമുയർന്ന മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചു. യാത്രാവിമാനങ്ങളെ മറയാക്കി ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്ന പാകിസ്ഥാന്റെ സൈനിക ലോഞ്ച് പാഡുകളും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നു. ജമ്മു കാശ്മീരിലെയും രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിലെയും അതിർത്തി മേഖലകളിൽ പാക് പ്രകോപനം തുടരുകയാണ്. കാശ്മീരിലെ രജൌറിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ജമ്മു കാശ്മീർ അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ ദാപ്പ കൊല്ലപ്പെട്ടു. നിലവിൽ ഇന്ത്യയുടെ ആരോപണത്തെ തുടർന്ന് എല്ലാ വ്യോമഗതാഗതവും പാകിസ്ഥാനിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഭിന്നിപ്പ് ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ മതകേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി. യുദ്ധവിമാനങ്ങളും ദീർഘദൂര മിസൈലുകളും പ്രയോഗിച്ചു. ജനവാസ മേഖലകളിലും പാകിസ്ഥാൻ ആക്രമണം തുടരുകയാണ്. പാക് പ്രകോപനത്തിന് തക്കതായ മറുപടി നൽകുമെന്നും അതേസമയം സംഘർഷം ലഘൂകരിക്കുവാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നും ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.